അങ്ങനെ ഞങ്ങൾ വാൾപ്പാറ കഴിഞ്ഞ് മലക്കപ്പാറയിലേക്കുള്ള പ്രയാണത്തിലാണ്. മലക്കപ്പാറയിലേക്കുള്ള റോഡിലെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മലക്കപ്പാറ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ബൈക്കേഴ്സിന് 4 മണി വരെ മാത്രമേ പെർമിഷനുള്ളൂ ക്രോസ് ചെയ്യുന്നതിന്. അപ്പോൾ ഇതുവഴി വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ബൈക്കേഴ്സിനെ റോഡ് ക്രോസ് ചെയ്യാൻ അവരെ ഫോറസ്റ്റുകാർ അനുവദിക്കില്ല. 4 വീലേഴ്സ് ആണെങ്കിൽ 6 മണി വരെ പെർമിഷനുണ്ട്. അത് ഈ റോഡ് കടന്നു പോകുന്നത് ഇടമലയാർ ഷോളയാർ റിസർവ് ഫോറസ്റ്റിലൂടെയാണ്. സന്ധ്യ കഴിഞ്ഞാൽ ഒരുപാട് വന്യജീവികളൊക്കെ ഇറങ്ങാൻ സാധ്യതയുള്ളതിനാലും ചിലപ്പോൾ അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കാം ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മലക്കപ്പാറയിൽ നിന്ന് അതിരപ്പള്ളിയിലേക്കുള്ള KSRTCയുടെ ലാസ്റ്റ് ബസ് ഇവിടുന്ന് പുറപ്പെടുന്നത് 5 മണിക്കാണ്. മുന്നേ ഒരു തവണ ഞങ്ങൾ ഈ വഴി വന്നപ്പോൾ ഇവിടെ പെട്ടുപോയിട്ടുണ്ട്. 5 മണി കഴിഞ്ഞിട്ട് KSRTC ബസ് ഞങ്ങൾക്ക് മിസ്സായി. എന്നിട്ട് ഇവിടെ റൂം എടുത്തിട്ടത് ഒരു നൈറ്റ് ഫുൾ ഇവിടെ താമസിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ താമസിക്കാൻ പോയപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ ഇവിടെ കരടി ഇറങ്ങുന്ന സ്ഥലമാണ്, രാത്രിയൊന്നും പുറത്തിറങ്ങരുതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് പേടിപ്പിച്ചതല്ല, അത് സത്യം തന്നെയാണ്. കരടിയും പുലിയൊക്കെ ധാരാളമുള്ള ഏരിയയാണിത്. അഥവാ ഇവിടെ പെട്ടുപോവുകയാണെങ്കിൽ ഒരു കാരണവശാലും ആരും രാത്രി പുറത്തിറങ്ങി നടക്കാനോ ചുറ്റാനൊന്നും പാടില്ല. വാൾപ്പാറ ടു മലക്കപ്പാറ 27 കിലോമീറ്ററാണ് ദൂരം. രാത്രി യാത്രാ നിയന്ത്രണങ്ങളും രാത്രി പുറത്തിറങ്ങുന്നതിന് നിയന്ത്രണങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ കൂടിയാണിത്. അത് ഈ ആനയുടെയും പുലിയുടെയും കരടിയുടെയൊക്കെ ഡെൻസിറ്റി ഒരുപാട് കൂടുതലുള്ള ഒരു ഏരിയ കൂടിയാണിത്. അതുകൊണ്ടാണ് ഇത് അങ്ങനെ. ആനമല ടൈഗർ റിസർവിൻ്റെയും നെല്ലിയാമ്പതി ഷോളയാർ റിസർവ് ഫോറസ്റ്റിലേക്ക് ഇടയിലുള്ള ചെറിയ 2 പട്ടണങ്ങളാണ് വാൾപ്പാറയും മലക്കപ്പാറയും. ഇവിടെ താമസിക്കുന്നവരൊക്കെ ഈ ടീ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടിട്ട് ജോലി ചെയ്യുന്നവരാണ് കൂടുതലും. ഇവിടെ ആകെ മൊത്തം 55ഓളം ടീ എസ്റ്റേറ്റ് ഉണ്ടെന്നാണ് പറയുന്നത്. ഷോളയാർ ഡാമിൻ്റെ റിസർവോയറിൻ്റെ കരപറ്റിയാണ് ഇനി അങ്ങോട്ടുള്ള യാത്ര. വറ്റി വരണ്ട ഷോളയാർ ഡാമിൻ്റെ റിസർവോയർ കാണാൻ പറ്റുന്നുണ്ട്. ഇത് മാർച്ച് മാസമാണ്. റോഡിൻ്റെ വലതുവശത്ത് ഏക്കറുകളോളം പരന്നു കിടക്കുന്ന തേയിലത്തോട്ടമാണ്. ഇടതുവശത്ത് ഷോളയാർ ഡാമിൻ്റെ റിസർവോയറുമാണ്. ഇടയ്ക്കിടെ ചെറിയ പട്ടണങ്ങൾ, ചെറിയ ഗ്രാമങ്ങൾ പോലെ കാണുന്നത് തേയിലത്തോട്ടത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ ലയങ്ങളാണ്.
ഷോളയാർ ഡാമിൽ വെള്ളമുള്ള ഭാഗങ്ങൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഡാം എത്താറായി എന്നാണ് തോന്നുന്നത്. ഇവിടെ കാണുന്നത് തമിഴ്നാടിൻ്റെ നിയന്ത്രണത്തിലുള്ള അപ്പർ ഷോളയാർ ഡാമാണ്. ഇനി ഇതിൻ്റെ താഴെ കേരളത്തിൻ്റെ നിയന്ത്രണത്തിലുള്ളൊരു വേറൊരു ഡാം കൂടിയുണ്ട്. അപ്പർ ഷോളയാർ ഡാം എത്തുന്നതോടെ തമിഴ്നാട് ബോർഡർ ഇവിടെ തീരുകയാണ്. ഇനി നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് കടക്കുകയാണ്. കോയമ്പത്തൂർ ജില്ലയുടെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്ത് വന്നത്. ഇനി അടുത്തത് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയുടെ ഭാഗമായിട്ടുള്ള സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ കയറിയിരിക്കുന്നത്. സമയം ഇപ്പോൾ 3:58, 4 മണി ആയില്ല, 2 മിനിറ്റ് ബാക്കിയുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ മലക്കപ്പാറ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇനി എൻട്രി പാസ് എടുക്കണം. ഇവിടെ വണ്ടി നമ്പർ, ഞങ്ങളുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ ഇതൊക്കെ ഇവിടെ കൊടുക്കേണ്ടതുണ്ട്. ഇവിടെ കൊടുത്തിട്ട് വേണം ഞങ്ങൾക്ക് എൻട്രി പാസ് എടുക്കുവാൻ. ഇവിടുന്ന് മലക്കപ്പാറയിൽ നിന്ന് ആതിരപ്പള്ളി അല്ലെങ്കിൽ വാഴച്ചാൽ ഫോറസ്റ്റിൽ ചെക്ക് പോസ്റ്റിലേക്കുള്ള ദൂരം 44 കിലോമീറ്ററാണ്. ഈ 44 കിലോമീറ്റർ ഞങ്ങൾ 2 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്തിരിക്കണം എന്നാണ് ചട്ടം. കാരണം ഒരുപാട് വന്യജീവികളും ഒരുപാട് കാഴ്ചകളൊക്കെ ഉള്ള ഒരു സ്ഥലത്തൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ യാത്രക്കാരും വണ്ടി കാടിനുള്ളിൽ നിർത്തി ഫോട്ടോ എടുക്കാനോ ഭക്ഷണം കഴിക്കാനോ അല്ലെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസിൽ ഏർപ്പെടാനൊന്നും പാടില്ല എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ടാണ് ഈ 2 മണിക്കൂർ സമയം അവർ തന്നിരിക്കുന്നത്. അപ്പോൾ അതുമാത്രമല്ല, യാത്രക്കാരുടെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യം കൂടിയാണ് 2 മണിക്കൂറിനുള്ളിൽ വാഴച്ചാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കടന്നിരിക്കണം എന്നുള്ളത്. ഇനി അങ്ങനെ ഒരുപാട് സമയം എടുക്കുകയാണെങ്കിൽ ഫൈൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുവഴി യാത്ര ചെയ്യുന്നവർ. ഇനിയുള്ള ഞങ്ങളുടെ യാത്ര കൊടും വനമായ ഇടമലയാർ റിസർവ് ഫോറസ്റ്റിലൂടെയാണ്. സമയം സന്ധ്യയോടടുക്കുകയാണ്.
മുന്നേ ഞങ്ങൾ ഇതുവഴി യാത്ര ചെയ്തിരുന്നപ്പോൾ, മുന്നേ എന്ന് പറഞ്ഞാൽ 2 തവണ മാത്രം ഇതുവഴി പോയിട്ടുള്ളൂ. അന്ന് 2 തവണയും വന്യജീവികളെ സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി കടന്നു പോകുന്ന വഴികളിൽ മനുഷ്യവാസം എന്ന് പറയുന്നത് അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന ട്രൈബൽ കോളനികളിലാണ്. ട്രൈബൽ കോളനികളിൽ മാത്രമേ ഇനി മനുഷ്യവാസമുള്ളൂ. അപ്പോൾ വന്യജീവികളുടെ ഒരു വിഹാര കേന്ദ്രത്തിലൂടെയാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്യാൻ പോകുന്നത്.